linear growth and linear decay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 500 rupees സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുണ്ട് ആൻഡ് ഈച്ച് മന്ത് ഷീ ഗെറ്റ് 150 rupees പോക്കറ്റ് മണി അല്ലെ. ഓരോ മാസവും 150 rupees പോക്കറ്റ് മണി ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആഫ്റ്റർ n മന്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 500 plus 150 n. അപ്പൊ ഇവിടെ ഈ ഓരോ മാസം ഫസ്റ്റ് മന്തിലേക്കാളും 150 rupees കൂടുതലായിരിക്കും സെക്കൻഡ് മന്തിൽ, അതിനേക്കാളും 150 rupees കൂടുതലായിരിക്കും തേർഡ് മന്ത് അല്ലെ. അപ്പൊ ആ നമ്പർ ഓഫ് മന്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എമൗണ്ടും 150 rupees വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ലീനിയർ ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ ലീനിയർ ഗ്രോത്ത് ഡിസ്ക്രൈബ് എ ലീനിയർ പാറ്റേൺ വേർ ദ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ബൈ എ കോൺസ്റ്റന്റ് എമൗണ്ട് ഓവർ ഈക്വൽ ഇന്റർവെൽസ്. അതായത് ആ ഓരോ നമ്പർ ഓഫ് മന്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് വെച്ച്, അതായത് 150 rupees വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ലീനിയർ ഗ്രോത്ത്. സെക്കൻഡ് പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ആദ്യം ഒരു റാലിയിൽ പങ്കെടുക്കാൻ 120 persons ഉണ്ടായിരുന്നു ആൻഡ് ഈച്ച് അവർ ഓരോ അവർ കഴിയും തോറും അതിൽ നിന്ന് 9 persons ആ ഗ്രൂപ്പിൽ നിന്ന് ഡ്രോപ്പ് ഓഫ് ആവുകയാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ലീനിയർ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതിയത്? ആഫ്റ്റർ n hour the number of people, that is 120 minus 9n. അപ്പൊ ഓരോ അവറിലും 9 peoples വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ as the number of hour increases the number of people decreases. ഒരു വാല്യൂ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വാല്യൂല് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് 9 ആൾക്കാർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ ലീനിയർ ഡീകേ. Okay, that is a linear decay describe a linear pattern where a quantity decreases by a constant amount over equal intervals. ആ ഓരോ ഈക്വൽ ഇന്റർവെല്ലിലും ടോട്ടൽ എമൗണ്ടിൽ ഒരു ഫിക്സഡ് എമൗണ്ടിന്റെ ഡിക്രീസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ലീനിയർ ഡീകേ. ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ലീനിയർ ഗ്രോത്ത്. ഓക്കെ, സോ എക്സസൈസ് 2.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് a plant has height 1.75 feet and it grows by 0.5 feet each month. Find the height after 7 months and make a table of values for t varying from 0 to 10 months and show how the height increases every month. Find an expression that relates h and t and explain why it represents linear growth. So here given a plant has height 1.75 feet. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.75 feet ആണ്. ആൻഡ് ഇറ്റ് ഗ്രോസ് 0.5 feet ഈച്ച് മന്ത്. ഓരോ മാസവും 0.5 feet വെച്ചിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നു. ദ ഗ്രോത്ത് പെർ മന്ത് ഇസ് 0.5 feet. ഒരു മന്തില് 0.5 feet ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഇൻ 7 months എത്രയായിരിക്കും അതിന് ഇൻക്രീസ് ഉണ്ടാകുന്നത്? 7 into 0.5 ആയിരിക്കും. സോ the final height എന്ത് വരും? So the height after 7 months, initial height 1.75 ആണ്. അതിന്റെ കൂടെ ഓരോ മാസവും 0.5 വെച്ച്. In 1 month 0.5 ആണെങ്കിൽ in 7 months 7 into 0.5. 1.75 plus 7 into 0.5. So we need to do the multiplication first. That is 1.75 plus 7 into 0.5. 7 5s are 35. And there is a 1 decimal place, so it is 3.5. So 1.75 plus 3.5, that is equal to 5.25 feet. So the height after 7 months is 5.25 feet. The next question, we need to make a table of values for t varying from 0 to 10 months and show how the height increases every month. Either in 0 month the height is 1.75. First month വരുമ്പോൾ എന്ത് ചെയ്യണം? We need to add 0.5 to that. And second month വരുമ്പോൾ ഫസ്റ്റ് മന്തിൽ കിട്ടിയ ഹൈറ്റിന്റെ കൂടെ വീണ്ടും 0.5 ആഡ് ചെയ്ത് അങ്ങനെ ഒരു ടേബിൾ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 0 means the initial height. The initial height is 0.75 feet ആണ്. ഒരു മാസം കഴിയുമ്പോൾ അതിന്റെ ഹൈറ്റ് 0.5 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.75 plus 0.5, that is 2.25 feet. And in the second month
വീണ്ടും ഇതിന്റെ കൂടെ നമ്മൾ 0.5 ആഡ് ചെയ്യുക. That is 2.75. And in the third month, it becomes 3.25. അതായത് ഈ ഓരോന്നിന്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് 0.5 ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇങ്ങനെയാണ്, 3.25 ആണ്. Then we need to add 0.5, that is 0.5. ഓക്കെ, ഈ 5 അങ്ങനെ തന്നെ 2 plus 5 is 7, 3 ഇങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട്. In the fourth month, the height becomes 3.75. Fifth month, we need to add 0.5 again, 0.5 ഇങ്ങനെയാണ് എഴുതേണ്ടത്. 0.5 അല്ലാതെ ഈ 5ന്റെ നേർക്ക് 5 എഴുതരുത്. So after 5 months, the height is 4.25. After 6 months, it becomes 4.75. And 7 months, 5.25. 8 months, it becomes 5.75. And in 9 months, it becomes 6.25. And in the 10th month, the height is 6.75. And find an expression that relates h and t and explain why it represents linear growth. So h ഉം t ഉം കണക്ട് ചെയ്യുന്നത് ഇക്വേഷൻ എന്താണ്? The height is equal to 1.75 plus 0.5 t. അല്ലെ, ഓരോ മന്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് 0.5 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. So 0.5 into t plus the initial height. So the final height is equal to 1.75 plus 0.5 t. So here the height increases by a constant amount, അല്ലെ, 0.5 feet വെച്ചിട്ട് ഓരോ മാസം കഴിയും തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So the height increases as the time increases. Therefore, it is a linear growth. Second question. A mobile phone is bought for rupees 10,000. Its value decreases by rupees 800 every year. Find the value of the phone after 3 years. Make a table of values 40 varying from 0 to 8 years and show how the value of the phone will depreciate with time. Find an expression that relates V and T and explain why it represents linear decay. ഇവിടെ തന്നിരിക്കുന്നത് മൊബൈൽ ഫോണിന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. ഇനിഷ്യൽ വാല്യൂ ഓഫ് ദി മൊബൈൽ ഫോൺ ഈസ് ഗിവൺ ആസ് 10,000 ആൻഡ് എവറി ഇയർ ഇറ്റ് ഡിക്രീസസ് ടു 800. ഓരോ വർഷം കഴിയും തോറും 800 rupees വെച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോൺ ആഫ്റ്റർ 3 years. ആഫ്റ്റർ 3 years വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? ഇനിഷ്യൽ വാല്യൂ മൈനസ് ഓരോ ഇയറിലും 800 വെച്ച് ഡിക്രീസ് ചെയ്യാണ്. സോ ആഫ്റ്റർ 3 year 3 into 800 rupees ഡിക്രീസ് ചെയ്യും. സോ 10,000 minus 3 into 800, that is 10,000 minus 2,400, that is 7,600. So after 3 years, the value of the phone is 7,600 rupees. And now we need to make a table of values for T varying from 0 to 8 years and show how the value of the phone will depreciate with time. So the initial value is given as 10,000. After 1 year, the value decreases by 800. So 10,000 minus 800, that is 9,200. Second year ആകുമ്പോൾ വീണ്ടും ഈ 9,200ൽ നിന്നും 800 rupees കുറയും. So it becomes 8,400. Now 8,400 minus 800 is 7,600. 7,600 minus 800. ഈ ഓരോ വർഷവും അതിൽ നിന്ന് വീണ്ടും 800 വെച്ച് സബ്ട്രാക്ട് ചെയ്യുക. സോ 6,800. In the 5th year, it becomes 6,000. And in the 6th year, it becomes 5,200. 7th year, 4,400. And in the 8th year, the value of the phone becomes 3,600. Okay. Now, find an expression that relates V and T and explain why it represents linear decay. The expression representing V and T, അതായത് value of the phone, final value എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂവിൽ നിന്നും ഓരോ വർഷം കഴിയും തോറും 800 rupees ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. The final value equal to 10,000 minus 800 T. അല്ലെ, 1 year കഴിയുമ്പോൾ
800 സബ്ട്രാക്ട് ചെയ്യും. 2 ഇയർ കഴിയുമ്പോൾ 800 ഇൻറ്റു 2 1600 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ദ ഫൈനൽ വാല്യൂ ഇസ് 10,000 മൈനസ് 800t. ഇപ്പൊ 800 വെച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും 800 ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ ലീനിയർ ഡീകേ. Now the next question, the initial population of a village is 750. Every year 50 people move from a nearby city to the village. Find the population of the village after 6 years. Make a table of value for t varying from 0 to 10 years and show how the population increases every year. Find an expression that relate p and t and explain why it represents a linear growth. Initial population is given as 750. Population after 6 years is equal to 750. Initial population plus every year 50 people are moving to the village. So after 6 years, ഒരു വർഷം 50 people ആണെന്നുണ്ടെങ്കിൽ after 6 years it becomes 6 into 50. So that is 750 plus 300, that is 1050. So the population after 6 years is 1050. Next one, we need to make a table of values for t varying from 0 to 10. Initial 750. After 1 year, it becomes 800. Second year ആകുമ്പോൾ വീണ്ടും അതിൻ്റെ കൂടെ 50 ആഡ് ചെയ്യുക. അങ്ങനെ ആ ഓരോ ഇയറിലും 50 ആഡ് ചെയ്ത് in the 10th year, it becomes 1250. Okay. And find an expression that relate p and t and explain why it represents a linear growth. With p യും t യും തമ്മിലുള്ള relation, p equal to 750 plus 50t. ഓരോ ഇയറിലും 50 വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. So p equal to 750 plus 50t, and it represents a linear growth because the population increases by a constant number. അല്ലെ, 50 people വെച്ച് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So it represents a linear growth. The fourth question, a telecom company charges rupees 600 for a certain recharge scheme. This prepaid balance is reduced by rupees 15 each day after the recharge. Write an equation that models the remaining balance after using the scheme for x days. Explain why it represents linear decay. After how many days will the balance run out? Make a table of values for x varying from 1 to 10 days and show how the balance reduces with time. ഇവിടെ പറഞ്ഞേക്കുന്നത്, a telecom company charges rupees 600 for a certain recharge scheme. ഒരു റീചാർജ് നമ്മൾ 600 റുപ്പീസിനാണ് ചെയ്യുന്നത്. So the initial balance is 600 rupees. അപ്പൊ റീചാർജ് ചെയ്തതിന്റെ അടുത്ത ദിവസം മുതൽ ഓരോ ദിവസവും 15 റുപ്പീസ് വെച്ചത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് വിൽ ബി ദ ബാലൻസ് എമൗണ്ട് ആഫ്റ്റർ എക്സ് ഡേയ്സ് കഴിയുമ്പോഴുള്ള ബാലൻസ് എമൗണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെയാ എഴുതുക? ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നോ 600 മൈനസ് 1 ഡേയില് 15 റുപ്പീസ്. സോ ആഫ്റ്റർ എക്സ് ഡേയ്സ് reduce it to 15 into x. So this will be the equation of the remaining balance after using the scheme for x days. Bx is equal to 600 minus 15x. ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും 15 റുപ്പീസ് വെച്ച് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So it is a linear decay. And now the next question is, after how many days will the balance run out? എത്ര ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ ബാലൻസ് തീരുന്നത്? അതായത് we need to find the value of x when bx is 0. ബാലൻസ് എമൗണ്ട് 0 ആകുമ്പോഴുള്ള നമ്പർ ഓഫ് ഡേയ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. That is 600 minus 15x is equal to 0. From this 15x is equal to 600. Therefore x is equal to 600 divided by 15 equal to 40. So after 40 days the balance run out. Now make a table of values of x varying from 1 to 10 and show how the balance reduces with time. So this is the table. റീചാർജ് ചെയ്യുന്ന ദിവസം 600 ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ഡേ
15 rupees ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് 600 മൈനസ് 15, 585. അടുത്ത ദിവസം വീണ്ടും 15, അങ്ങനെ 15 സബ്ട്രാക്ട് ചെയ്ത് to 10 days ആകുമ്പോഴത്തേന് ബാലൻസ് 450 rupees ആകും. ഓക്കെ.